നമസ്കാരം. ഭാരതത്തിൻ്റെ കയ്യിൽ എത്ര ആണവായുധങ്ങളുണ്ട്? എണ്ണം കൃത്യമായി പറയില്ല, കാരണം അതീവ രഹസ്യമാണ്. പക്ഷേ അമേരിക്കയ്ക്കും ചൈനയ്ക്കും എന്തിന് പാകിസ്ഥാനും ബംഗ്ലാദേശിനും വരെ അതറിയണം ഇന്ത്യയുടെ കയ്യിൽ ഇപ്പോൾ എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന്. അതറിഞ്ഞിട്ട് വേണം ഇന്ത്യ ഒരേ സമയം തങ്ങളുടെ പക്കലുള്ള ആണവായുധങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ ഒരേ സമയം പ്രയോഗിക്കും എന്ന് ഒന്ന് കണക്കൂട്ടി വയ്ക്കാൻ. ഇന്ത്യ വളരെ അഹിംസ കയ്യിൽ കൊണ്ടു നടക്കുന്ന രാഷ്ട്രം തന്നെയാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഇന്ത്യ അങ്ങോട്ട് കയറി ആരെയും ആക്രമിക്കുകയുമില്ല. ആണവായുധങ്ങൾ മനുഷ്യരാശിയെ നശിപ്പിക്കാനായി ഇന്ത്യ ഉപയോഗിക്കുകയുമില്ല. അത് 101% ഉറപ്പാണ്. പിന്നെ ഒരു ആണവശക്തിയായാൽ മാത്രമേ ഭാരതത്തിന്, ഇന്ത്യക്ക് ലോക രാജ്യങ്ങൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാനാകുള്ളൂ. അത് പരമ സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ നേരത്തെ തന്നെ ഒരു ആണവ ശക്തിയായി മാറിയത്. അതിന് നമ്മൾ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയോട് നന്ദി പറയേണ്ടത് തുലവും കുറവല്ല, നന്നായി തന്നെ നന്ദി പറയേണ്ടി വരും. ഇനി ഇന്ത്യ ഇപ്പോൾ ഒരുങ്ങുന്നത് പുതിയ ഒരു കരുത്ത് കാട്ടാനുള്ള തയ്യാറെടുപ്പിന് വേണ്ടി തന്നെയാണ്. ഓഗസ്റ്റ് 6, 7 തീയതികളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലൂടെ 2530 കിലോമീറ്റർ ഇടനാഴിയുണ്ട്. ഈ ഇടനാഴിയിൽ സഞ്ചാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യ. ഒരു വിപുലമായ നോട്ട പുറപ്പെടുവിച്ചിരിക്കുന്നു. അത് സൈനിക പ്രവർത്തനത്തിനിടയിലെ അപകടങ്ങളിൽ നിന്നും സിവിലിയൻ വിമാനങ്ങളെയും കപ്പലുകളെയും സംരക്ഷിക്കുന്നതിന് രാജ്യത്തെ വ്യോമാതിർത്തിയും അതിനോട് ചേർന്നുള്ള കടൽ പാതകളുമൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന അടിയന്തര സുരക്ഷാ നിർദ്ദേശമാണ്. അതിനു മുമ്പാണ് ഇന്ത്യയുടെ ആണവ കരുത്തായി നിരവധി ആണവ വാർഹെഡുകൾ ഒരേ സമയം വഹിക്കാൻ ശേഷിയുള്ള, അത് വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് പായിക്കാൻ ശേഷിയുള്ള അഗ്നി 6 മിസൈൽ, 10,000 കിലോമീറ്റർ കൂടുതൽ ദൂരപരിധിയുള്ള അഗ്നി 6 സാങ്കേതികമായി പരീക്ഷിക്കാൻ തയ്യാറാകുകയാണെന്നും സർക്കാരിൻ്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്നും മുൻ DRDO ചെയർമാൻ സമീർ വി കാമത്ത് പറഞ്ഞത്. ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യയുടെ അഭിമാനമായ മാരക പ്രഹരശേഷിയുള്ള വജ്രായുധം അഗ്നി 6 പരീക്ഷിച്ച് കരുത്ത് കാട്ടാൻ ഇന്ത്യ ഇതാ ഒരുങ്ങുകയാണെന്ന് അഭ്യൂഹങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. ഇതോടെ DRDO അഗ്നി 6 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് സൂപ്പർസോണിക് മിസൈലിൻ്റെ രഹസ്യ പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്ന തീവ്രമായ ഊഹാപോഹങ്ങൾക്കും തുടക്കമിടുന്നു. അഗ്നി 6-ൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർജറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതികവിദ്യ അതുണ്ട് എന്നാണ് പ്രതീക്ഷ. അതായത് ഒരൊറ്റ മിസൈലിന് വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് നിരവധി ആണവ വാർഹെഡുകൾ എത്തിക്കാൻ തക്ക കഴിവുണ്ടാകും. അതുകൊണ്ടാണ് മുന്നൊരുക്കങ്ങളും അതിവിപുലമാക്കിയിരിക്കുന്നത്. നോട്ടാം പുറപ്പെടുവിച്ചത് ഇന്ത്യയുടെ പ്രാഥമിക മിസൈൽ പരീക്ഷണ ശ്രേണിയായ ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപ് മുതൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ആഴത്തിൽ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ 3530 കിലോമീറ്റർ പ്രദേശമാണ്. സമുദ്രനിരപ്പിൽ നിന്നും പരിധിയില്ലാത്ത ഉയരത്തിലേക്ക് ഇടനാഴികളെല്ലാം അടച്ച് ഭദ്രമാക്കിയിട്ടുണ്ട്. 2 ദിവസമായി ഒരു സമ്പൂർണ്ണ കപ്പൽ വ്യോമ നിരോധന മേഖല. ഈ ഒഴിവാക്കൽ മേഖല 2530 കിലോമീറ്റർ നീളം വരുന്നു എന്നത് ദീർഘദൂര മിസൈൽ പരീക്ഷണങ്ങളുമായി ഒത്തുപോകും. ഇതിൽ നിന്ന് തന്നെ അഗ്നി 6-ൻ്റെ ആക്രമണ പരിധി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. റീ എൻട്രി വെഹിക്കിൾ ശേഷി കൈകാര്യം ചെയ്യുന്ന സമയത്ത് അഗ്നി മിസൈലിന് ഹൈപ്പർസോണിക് ശേഷി ലഭിക്കും. ഈ സവിശേഷതകൾ ഇന്ത്യയുടെ ആക്രമണ ശേഷിയെ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും അതിൻ്റെ ആണവ പ്രതിരോധ നിലപാട് ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഒരേ സമയം ഒന്നിലധികം രാഷ്ട്രങ്ങൾക്ക്, കേന്ദ്രങ്ങൾക്ക് ഇന്ത്യ ഭീഷണിയാകും. നോട്ടാം പുറപ്പെടുവിക്കുന്നതിലൂടെ മത്സരാധിഷ്ഠിതമായ സമുദ്രമേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാനും അതിൻ്റെ തൊട്ടടുത്ത് അയൽപ്പക്കത്തിനപ്പുറം ശക്തി പ്രകടിപ്പിക്കാനുമുള്ള ഇന്ത്യയുടെ ഉദ്ദേശം വീണ്ടും വ്യക്തമാകുകയാണ്. ആണവ ട്രയാഡ്, കര, നാവിക, വ്യോമ സംവിധാനങ്ങൾ തങ്ങളുടെ ആണവ ട്രയാഡ് ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ആ വിശാലമായ ശ്രമത്തിന് ഒക്കെ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന മിസൈൽ പരീക്ഷണമല്ല ഇത്. മെയ് മാസത്തിൽ MIRV മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർജറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതികവിദ്യ ഘടിപ്പിച്ച നൂതന അഗ്നി മിസൈലിൻ്റെ വിജയകരമായ ഒരു പരീക്ഷണ പറക്കൽ നടന്നത് ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ 3500 കിലോമീറ്റർ പരിധിയിൽ തന്നെയായിരുന്നു. ഈ പരീക്ഷണത്തിൻ്റെ അലയൊലികൾ അങ്ങ് ബംഗ്ലാദേശിൽ വരെ ചെന്നെത്തിയിരുന്നു. ഇപ്പോഴിതാ അഗ്നി 6-ൻ്റെ ആണവ വാഹക മിസൈൽ ശേഷി ഇന്ത്യ പരീക്ഷിച്ച് പുറത്തെടുക്കുകയാണ്. കാരണം ഇന്ത്യക്ക് വേണ്ടത് ഇത്തരമൊരു വ്യക്തമായ നിലപാടുള്ള ഒരു ആയുധ ശേഖരം തന്നെയാണ്.